ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഒരുപാട് നാളുകളൊന്നല്ല, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ആഴ്ചയിൽ നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ അധികം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ കൂടി ഒന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്, ഹോസ്പിറ്റൽ വീഡിയോ ആണ് ചെയ്തത്. എന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ പിങ്ക് ഫ്രൈഡേ സെയിൽ നയിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചില പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയതും എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളായിരുന്നു. അപ്പോൾ ഞാനിത് കുറേ നാളായി, കാരണം ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ വീട്ടിൽ വന്നപ്പം ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ചില പ്രൊഡക്റ്റുകൾക്ക് റിട്ടേൺ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും ബ്രോക്കൺ ആയിട്ടുണ്ടോ, എന്തെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കി അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചധികം തന്നെ പ്രൊഡക്റ്റുകൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ചില പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ റീപർച്ചേസ് ചെയ്തിട്ടുള്ളതുണ്ട്. ചിലത് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പാക്കേജിങ്ങിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ റാപ്പ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർസിൻ്റെ, ഞാനിത് ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ് ഇതാണ്. പക്ഷേ ആക്ച്വൽ ഷെയ്ഡ് നിങ്ങൾ ക്യാമറയിൽ കാണുന്ന ഈ ഷെയ്ഡിൽ ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള നല്ല ഷെയ്ഡാണ്. ക്യാമറയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ക്രീമി മാറ്റ് ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് നമ്മുടെ മാർസിൻ്റെ അഫോർഡബിൾ റേറ്റിന് വരുന്ന. എനിക്ക് തോന്നുന്നു 200 റുപ്പീസ് ബിലോ ആണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 09 ബോളിവുഡ് സർപ്രൈസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാർഡ്ബോർഡ് പാക്കേജിങ്ങിലാണ്. പക്ഷേ ഇതിൻ്റെ ബുള്ളറ്റ് കാണാൻ വേണ്ടി അടിപൊളിയാണ്. നല്ലൊരു ഈ ഒരു റേറ്റിലുള്ളതല്ല കേട്ടോ. നല്ലൊരു ലക്ചറി, ഒരു ക്യൂട്ട് ഫീലിംഗ് തരുന്ന ഒരു പാക്കേജിങ്ങിലാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. നല്ല ക്രീമി മാറ്റ് ആയിട്ടുള്ള, നന്നായിട്ട് നമുക്ക് ലിപ്സിൽ ഇടാൻ വേണ്ടി നല്ല കംഫർട്ട് തരുന്നതാണ്. ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല. ഇതിലൊരുപാട് നമുക്ക് എന്താ പറയുക, മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലിപ്സ് ഡ്രൈയിങ് ആണ്, ക്രാക്കഡിൽ ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും കുറച്ച് ഡ്രൈയിങ് ആയിട്ടുള്ള ലിപ്സ് ആണ്. ഏത് ലിപ്സ്റ്റിക്ക് ഇട്ടാലും നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പാച്ചി ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് നമ്മുടെ മാർസിൻ്റെ ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടാ. അടിപൊളി ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. നമുക്ക് ഒറ്റ സ്വൈപ്പിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ സ്വാച്ചിൽ തന്നെ കറക്റ്റ് ഷെയ്ഡ് കിട്ടുന്നതാണ്. ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും യൂസ് ചെയ്യാം. മീഡിയം, ബ്രൈറ്റ്, അതുപോലെ തന്നെ ഡള്ളായിട്ട് ഡസ്കി സ്കിൻ ടോണിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അടിപൊളിയാണ്, ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പർച്ചേസ് ചെയ്യാവുന്ന മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഇതാണ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ കുറേ ഇതുപോലെ ഇങ്ങനത്തെ ബ്രൗൺ പേപ്പറിലൊക്കെ റാപ്പ് ചെയ്ത് വരണം. കാരണം ഒന്നും നമുക്ക് പൊട്ടിപ്പോയി. നൈക്കിയിൽ നിന്ന് എന്ത് വാങ്ങിയാലും നല്ലതാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് എന്നിട്ട് ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഹെയർ സിറം ആണ്. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഇച്ചിരി ഫ്രിസി, നല്ലപോലെ ഫ്രിസി ആയിട്ട്, അതുപോലെ തന്നെ ഇച്ചിരി കട്ടിയുള്ള മുടി സ്ട്രാൻഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കട്ടിയുള്ള ഹെയർ സിറം യൂസ് ചെയ്യായിരിക്കും നല്ലത്. ഇച്ചിരി കനം കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്ട്രീക്സിൻ്റെ ആ ബ്രൗൺ കളറൊക്കെ ഇല്ലേ, അതൊക്കെ ആയാലും മതിയാവും. ഇച്ചിരി കൂടി കട്ടിയുള്ള തിക്കായിട്ടുള്ള ഹെയർ സ്ട്രാൻഡ്സ് ആണ്. കുറച്ച് ബൗൺസി ആയിട്ട് ഫ്രിസി ആയിട്ടൊക്കെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇച്ചിരി കട്ടിയുള്ള ഹെയർ സിറം നോക്കി വാങ്ങാം. ഈ ലോറിയലിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഹെയർ സിറം നമുക്ക് 2-in-1 യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്കൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേക്ക് പകരം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെയർ സിറമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലതാണ്. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടം. അത്യാവശ്യം കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹെയറിനെ മാനേജ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ഒട്ടും തന്നെ റിഗ്രറ്റ് ചെയ്യാത്തൊരു ഹെയർ സിറമാണ് കേട്ടോ. അത് അടിപൊളിയാണ്. അടുത്ത് ഞാൻ റീപർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സിറം. അത്യാവശ്യം അഫോർഡബിൾ ആണ്. തീരെ അഫോർഡബിൾ അല്ല, അന്ന് വല്ലാണ്ട് ഹൈ എൻഡും അല്ലാത്ത ഒരു ഹെയർ സിറം നിങ്ങൾക്ക് വേണം. നല്ല വർക്കിംഗ് ആയിട്ട് സ്കിന്നിന് ഈവൻ ടോൺ ആയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ആയിട്ട് നല്ല ഹെൽത്തി ആൻഡ് പ്ലം പോലത്തെ സ്കിന്നൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ റീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സിറത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി ഫാസ്റ്റിംഗ് റിസൾട്ട് കിട്ടുന്ന, കുറച്ചും കൂടി നല്ല, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്ലേഴ്സിൻ്റെ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ
ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒക്കെ നൈക്കയിൽ നിന്ന് മേടിക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആമസോണിനെക്കാട്ടും കുറച്ചും കൂടി ഒറിജിനൽ പ്രൊഡക്റ്റ്, മറ്റേതിലൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ നൈക്കയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റീപർച്ചേസ് ചെയ്ത ഇതിൽ ഞാൻ വാങ്ങിയില്ല ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്ക്. അടുത്തതായിട്ട് ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് കേട്ടോ. പ്ലമ്മിൻ്റെ നിയാസിനമേഡിൻ്റെ ഒരു ടോണർ. ഓക്കെ, ഇത് എനിക്ക് പൊതുവെ ഇടത്തിരി മടിയാണ്, നല്ലതാണ് എന്നാലും മടിയാണ്. അപ്പോൾ ഇതൊരു സ്പ്രേ കൈൻഡ് ഓഫ് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ഡെഫിനറ്റ്ലി യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം കേട്ടോ. ഇത് 1-2 ദിവസം യൂസ് ചെയ്ത് നോക്കി. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് നോക്കി എന്തെങ്കിലും റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് കൈ പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി, കാരണം നമുക്ക് വേറെ സ്കിൻ കെയർ ഒന്നും അവിടെ പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വെറുതെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം ഫേസിലൊക്കെ സ്പ്രേ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ച് ഒന്നും 2 ദിവസം കൊണ്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നല്ലൊരു കൂൾ ആൻഡ് കാമിങ്, നല്ല റിലാക്സിങ് ഒരു മൂഡിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫീൽ കിട്ടാനായിട്ട്, നല്ലൊരു കാം റിലാക്സ് മൂഡ് കിട്ടാനായിട്ട് ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു സുഖമാണ് കേട്ടോ ഫേസിൽ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ ലോറിയലിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലോറിയൽ പാരീസിൻ്റെ ഇത് ഏത് റേഞ്ചാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. വെർത്തിറ്റും അതുപോലെ തന്നെ വെർത്തിറ്റ് മീഡിയം, നമ്മുടെ ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി വെർത്തിറ്റ് എനിക്ക് ഇത്തിരി വാഷ് ഔട്ട് ആവുമെന്ന് തോന്നി, അതുകൊണ്ട് വെർത്തിറ്റ് മീഡിയം ഞാൻ പർച്ചേസ് ചെയ്തതാണ്. പക്ഷേങ്കിൽ ഇത് ഞാൻ ആദ്യം ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും കുറച്ചും കൂടി കൂടുതൽ പിങ്ക് നിൽക്കുന്നതുകൊണ്ട് ഇത്തിരി വാഷ് ഔട്ട് ആവുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇട്ട് ഇപ്പം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, കാരണം നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു പിങ്ക് ന്യൂഡ് ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. അടുത്തായിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കിൻ കെയറിൽ ഇപ്പം ഇച്ചിരി ഡ്രൈയിങ് ക്ലൈമറ്റ് ആയതുകൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഓൾറെഡി ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അവർക്ക് കാണിച്ചപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നല്ല ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ, നല്ല മോയ്സ്ചറൈസറാണ്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരണ്ടിരിക്കുന്ന ഒരു കാലൊക്കെയാണ് അല്ലെങ്കിൽ കയ്യിലൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് വെനീഷ്യ എന്നാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞപ്പം വീണ്ടും റീപർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഡോക്ടർ റെഡ്ഡിയുടെയാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം, എവറിഡേ യൂസ് ചെയ്യാം. കൂടുതലായിട്ട് രാത്രിയിൽ സ്കിൻ കെയറിൽ കിടക്കുന്നതിന് മുന്നായിട്ടാണ് ഞാൻ ഇടാറ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ കുളിച്ച് കഴിയുമ്പോൾ കാലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ദിസ്. അടുത്തതായിട്ട് അൺഡ്രാം സ്കിൻ കെയറിൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ അൺഡ്രാം സ്കിൻ കെയർ നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളത്, നിങ്ങളുടെ അൺഡ്രാമിൽ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റേസർ യൂസ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ക്രബ്ബർ ആകുമ്പോൾ പഞ്ചസാരയോ കോഫി പൗഡറും കൂടെയൊക്കെ മിക്സ് ചെയ്താലും മതിയാവും. എന്നാലും അതിന് ഇത്തിരി മടിയായതുകൊണ്ട് അതിനെക്കാട്ടും കുറച്ചും കൂടി സ്കിൻ ഇത്തിരി കൂടി ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. വന്നിട്ട് പ്ലമ്മിൻ്റെ ഷുഗർ ബോഡി സ്ക്രബാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോഴല്ല റേസർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്രബ് ഇടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഒട്ടും തന്നെ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ വരത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനെ റേസർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അണ്ടർആംസിൽ പ്രത്യേകിച്ച് കർഷത്തിലൊക്കെ നമുക്കിങ്ങനെ മുള്ളു നിൽക്കുന്ന പോലെ, ഹെയർ അല്ല ആ ഒരു സ്കിന്ന് അങ്ങനെ ഹെയർ വരുന്ന ആ റൂട്ട് ജസ്റ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിങ്ങൾക്ക് സ്ട്രോബെറി സ്കിന്ന് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ക്രബ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പം കുറച്ച് 1-2 മാസമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ആലം സ്റ്റോൺ. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്, ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടില്ല. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ലതാണ്, നമ്മുടെ സ്വെറ്റ് കൺട്രോൾ ചെയ്യാനും സ്വെറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ഒഡോറുണ്ടല്ലോ, ഒരു സ്മെല്ല്, ആ സ്മെല്ല് ഒട്ടും തന്നെ ഇല്ലാണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി അതും നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രബ് നമുക്ക് ഫുൾ ബോഡിയിൽ ഇടാവുന്നതാണ്. മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാം. ഇത് നമ്മുടെ പ്ലമ്മിൻ്റെ ബോഡി സ്ക്രബാണ്. ഇതിൻ്റെ ബോഡി മിസ്റ്റ് അതുപോലെ തന്നെ ഓയിൽ എൻ്റെ കയ്യിലുണ്ട്. നല്ലൊരു വാനില ആ ഒരു ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ നൈക്ക ഹോൾപ്പെട്ടിക്കാരിയായി ഗൈസ്. അപ്പോൾ ഇതിൽ
ഇതിലിപ്പോൾ വാങ്ങിയ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ്, ഒട്ടും തന്നെ നമുക്ക് റിഗ്രറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ എല്ലാം തന്നെ നല്ലതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത് മാത്രമാണ് ഇതും ഈ ഒരു സ്ക്രബ് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ചതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം റീപർച്ചേസ് ആണ് കേട്ടോ. അപ്പം സ്ക്രബിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അവൾ യൂസ് ചെയ്യുന്നുണ്ട് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഞാൻ ആക്ച്വലി പ്ലമ്മിൻ്റെ തന്നെ മറ്റൊരു സ്ക്രബ് ഉണ്ടായിരുന്നു, അത് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടി ഇഫക്റ്റീവ് ആൻഡ് കുറച്ചും കൂടി ഫാസ്റ്റിംഗ് റിസൾട്ട് ഇത് തരുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് വാങ്ങിയത്. പിന്നെ ഇതും റിസൾട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നല്ല സുഖമാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ലവ് യു.